ഈ പ്രാവശ്യത്തെ ക്ഷേമ പെൻഷൻ ഒരു ക്രിസ്തുമസ് പുതുവത്സര സഹായമായിട്ടാണ് സർക്കാർ വിതരണം ചെയ്യുന്നത്. 1600 രൂപയുടെ 2 ഗഡുക്കൾ ഒരാൾക്ക് 3200 രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ധനവകുപ്പിന്റെ നിർണായക ഉത്തരവുകൾ കൂടി മാത്രമാണ് വരാനുള്ളത്. അതിനുശേഷം വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ക്രിസ്തുമസിന് ഒരു പ്രത്യേക സഹായമായിട്ടായിരിക്കും 2 ഗഡു പെൻഷൻ എത്തിച്ചേരുക. ഏറ്റവും ഒടുവിലായിട്ട് നവംബർ മാസം 6-ാം തീയതിയാണ് വിതരണം നടന്നത്. കഴിഞ്ഞ മാസം അവസാനം നമുക്ക് എങ്കിലും സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ പെൻഷൻ വിതരണം നേരത്തെ ആക്കുകയാണ് ചെയ്തത്. ഈ മാസം അതായത് വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് സാധാരണഗതിയിൽ സർക്കാർ 2 മാസത്തേക്ക് പെൻഷൻ വിതരണം ചെയ്യാറുണ്ട്. അത് ഈ മാസവും ഇതേ രീതിയിൽ തന്നെയായിരിക്കും നടക്കുക. മുൻപ് ഇതേ രീതിയിൽ ഓണത്തിന് 2 പെൻഷൻ ഗഡുക്കൾ എത്തിച്ചേർന്നിരുന്നു. അതേ രീതിയിൽ ക്രിസ്തുമസിനും 2 ഗഡു പെൻഷൻ എത്തിച്ചേരും. ക്രിസ്തുമസിന് മുൻപ് തന്നെ എല്ലാവർക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരണം സർക്കാർ ചെയ്യുക. നിലവിൽ 3000 കോടി രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സമാഹരിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് സർക്കാർ ആലോചിച്ചിരുന്നത്. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് ഈ തുക വായ്പ എടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ സഹകരണ സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു കൃത്യമായിട്ടുള്ള മറുപടി ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിതരണം മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് കടമെടുത്ത ശേഷമൊക്കെ ആയിരിക്കും നടത്തപ്പെടുക. 2 പെൻഷൻ ഗഡുക്കൾ ലഭിക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് വലിയൊരു ആശ്വാസമായിട്ട് മാറും. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നിലവിൽ സർക്കാരിൻ്റെ ഈ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ലഭിക്കുന്നത്. വിവിധ മേഖലകളിൽ പരിശോധനകൾ നടത്തപ്പെടുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ. കൂടുതലായിട്ടും സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിലുള്ളവരെയും ലക്ഷ്യം വെച്ചാണ് പരിശോധനകൾ നടത്തുന്നത്. കാരണം മറ്റ് ഡേറ്റകളെല്ലാം ഇവരുടെ കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് പരിശോധനകൾ നടത്തപ്പെടുന്നത്. ഇനി സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവിധ രേഖകൾ സമർപ്പിക്കണമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് രേഖാ സമർപ്പണം ഇനി മുതൽ എല്ലാ വർഷവും കാണുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് സമർപ്പിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരുമാണ്. പക്ഷേ അതിപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി സർക്കാരിൻ്റെ ഉത്തരവുണ്ടാകുന്ന മുറയ്ക്ക് മാത്രം നമ്മൾ സമർപ്പിച്ചാൽ മതിയാകും. നിലവിൽ മുൻപ് നമ്മൾ ഇതൊന്ന് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇനി സർക്കാർ എന്നാണോ ഈ കാര്യങ്ങൾ പറയുന്നത് ആ സമയത്ത് മാത്രം ഇത് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പോൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാതിരിക്കണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അല്ലെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്യണം എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ക്രമീകരണവും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ മസ്റ്ററിംഗ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പെൻഷൻ കഴിഞ്ഞ മാസം ലഭിച്ചവർക്ക് ഈ മാസവും അതൊരു മുടക്കവും കൂടാതെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ സർക്കാർ നടത്തുമെന്ന് പറയുന്ന പുതിയ രീതികൾ അതെല്ലാം തന്നെ 2025 മാത്രമായിരിക്കും നടപ്പിലാവുക. അതെല്ലാം കൃത്യമായിട്ട് നടപ്പിലാകുന്നതിന് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പ്രത്യേക സംവിധാനങ്ങൾ അതിനുവേണ്ടി ക്രമീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ ചിലപ്പോൾ മാസങ്ങളോളം താമസിച്ച് മാത്രമാണ് പ്രാബല്യത്തിൽ വരിക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് യാതൊരു ക്രമീകരണങ്ങളും ചെയ്യേണ്ട. ഈ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് അർഹതയുള്ളവരുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. വിതരണ തീയതി സർക്കാർ അറിയിക്കുന്ന ആ സമയം തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ കൃത്യമായിട്ട് ആ അറിയിപ്പ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.